ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ വീണ്ടും അവന്തികയെ സംശയത്തോടെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അതെ, അന്ന് 4 കാലിൽ നെല്ലിശ്ശേരിയിൽ കയറി വന്ന ദിവസം നന്ദേട്ടന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിലേ ഒന്ന് ഓർത്തെടുത്ത് നോക്ക്. പിന്നെ 10 മാസം കഴിയുമ്പോൾ നന്ദേട്ടൻ്റെ കുഞ്ഞിനെ ഞാനങ്ങ് കയ്യിൽ തന്നേക്കാം. അപ്പോൾ വിശ്വാസമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് പോകുമ്പോൾ അപ്പോഴും ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന അവന്തിക ആരെയോ വിളിക്കുന്നതാണ്. എന്താ അവന്തികയെ, ഞാൻ വരാൻ സമയമായോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ സമയമായെന്നും എപ്പോൾ വരണമെന്നൊക്കെ ഞാൻ പറയാമെന്നും അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അനഘ മുറിയിലേക്ക് വന്ന് അവന്തികയെ തിരയുന്നതാണ്. അതേസമയം അവന്തിക അങ്ങോട്ടേക്ക് വരുമ്പോൾ അനഘ പറയുകയാണ്, എന്താണെങ്കിലും ചേച്ചിയുടെ അഭിനയമെല്ലാം സൂപ്പറായിട്ടുണ്ട്. തല കറങ്ങി വീണത് കണ്ടപ്പോഴേ ഞാൻ കരുതി അടുത്തത് ഗർഭിണിയാണെന്ന് പറയുമെന്ന്. അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ. ഇനി എന്താണെങ്കിലും ഈ നാടകം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. കുറച്ചു കഴിയുമ്പോൾ വയറിൽ തുണി വല്ലതും വെച്ച് കെട്ടിയാൽ മതി. അതിനുശേഷം ഒന്ന് താഴെ വീണാൽ അബോഷനായി പോയെന്നും പറയാം. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലെങ്കിലോ? 10 മാസം കഴിയുമ്പോൾ ഞാൻ നന്ദന്റെ കുഞ്ഞിനെ പ്രസവിക്കും. നീയല്ലേ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്? ചേച്ചി, അപ്പോൾ ചേച്ചി പറയുന്നത് സീരിയസ് ആയിട്ടാണോ? ചേച്ചി ശരിക്കും ഗർഭിണിയാണോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇപ്പോൾ നീ വിശ്വസിച്ചില്ലേ, അതേപോലെ ഇവിടെ എല്ലാത്തിനെയും ഞാൻ വിശ്വസിപ്പിക്കും. ഇനി അവന്തിക ഇറങ്ങിത്തിരിക്കാൻ പോകുന്നതേ ഒരിക്കലും തോൽക്കാത്ത ഒരു ഒളിപ്പോരിനാണ്. ഇതൊക്കെ കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് നന്ദനെയും അർച്ചനയും സന്ധ്യയുമാണ്. സന്ധ്യ നന്ദനോട് ചോദിക്കുകയാണ്, എന്തൊക്കെയാ വീട്ടിൽ നടക്കുന്നത്? അവന്തിക തല കറങ്ങി വീണെന്നും ഡോക്ടർ വന്നെന്നും അവന്തിക ഗർഭിണിയാണെന്നും. എന്നാ നന്ദൻ ഇത് ഒന്നും തന്നെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നത്? ഞാനും അവന്തികയും തമ്മിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധമില്ല. അപ്പോൾ അവന്തിക ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണെന്ന് നന്ദൻ ചോദിക്കുന്നു. എന്നോട് അവന്തിക ചെയ്ത ക്രൂരതയൊന്നും എനിക്ക് ഒരു കാലത്തും മറക്കാനേ സാധിക്കില്ല. ഞാൻ അവളെ ഇന്നേ വരെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, നന്ദേട്ടൻ ഇത്രയും ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചത് തന്നെയായിരിക്കും ഡോക്ടർ ശരിയായ കാര്യം. നെല്ലിശ്ശേരി വീട്ടിൽ നിന്നും പുറത്താക്കും എന്ന് കരുതിയപ്പോൾ ഏട്ടത്തി മനഃപൂർവ്വം കളിച്ചൊരു നാടകമാകാനാ സാധ്യത. എന്നിട്ട് വന്ന ഡോക്ടറിനെ കയ്യിലെടുത്ത് ഗർഭിണിയാണെന്നൊരു നാടകവും കളിച്ചു. അത്ര തന്നെ. ഏട്ടത്തിക്കറിയാമേ, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന്. കാര്യങ്ങളെല്ലാം ഏട്ടത്തി തീരുമാനിച്ചതുപോലെ തന്നെയാ നടക്കുന്നതെന്ന് അർച്ചന പറയുമ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ കരകയറുമെന്ന് എനിക്കറിയില്ലെന്ന് നന്ദൻ പറയുന്നു. അവന്തികയെക്കുറിച്ചുള്ള മുഴുവൻ കഥകളും ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാ. അപ്പോൾ അച്ഛൻ തന്നെ അവളെ അവിടുന്ന് പുറത്താക്കിക്കോളും. നന്ദ, അതൊന്നും ഇനി അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അവന്തിക ഗർഭിണിയാണെന്നേ അവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നന്ദൻ ചെന്ന് അവന്തികയെ പറ്റിയെല്ലാം പറഞ്ഞാലും എല്ലാം നന്ദന്റെ തലയിൽ മാത്രമേ ഇരിക്കൂ. അവന്തികയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടെ അച്ഛൻ പാവം തോന്നി അവളെ വീട്ടിൽ തന്നെ നിർത്തുകയുള്ളൂ. സന്ധ്യയെ, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? എത്ര നാളെന്നാ ഞാൻ ഇങ്ങനെ ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതിന് ഒരു വഴിയുണ്ട്. ഏട്ടത്തി ഗർഭിണി ആയതുകൊണ്ടല്ലേ അച്ഛൻ എല്ലാം ക്ഷമിച്ചതും നെല്ലിശ്ശേരിയിൽ തന്നെ തുടരാൻ അനുവദിച്ചതും. നമ്മളും അതേ കളി തന്നെ കളിക്കണം. ഏട്ടത്തി ഗർഭിണിയല്ലെന്നും വീട്ടിൽ നിൽക്കാൻ വേണ്ടി അഭിനയിച്ചതാണെന്നും നമ്മൾ എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. സത്യം അച്ഛന് ബോധ്യപ്പെട്ടാൽ അച്ഛനായിട്ട് തന്നെ അവരെ അവിടുന്ന് ഇറക്കി വിട്ടോളുമെന്നും അർച്ചന പറയുന്നു. പിന്നെ ഈ കാര്യത്തിന് എനിക്ക് സന്ധ്യ ഡോക്ടറെ സഹായമാ വേണ്ടത്. തുടർന്ന് തൻ്റെ മനസ്സിലെ പ്ലാൻ അർച്ചന നന്ദനോടും സന്ധ്യയോടും പറയുകയാണ്. എന്താണെങ്കിലും ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഡോക്ടറിനോട് പറയാമെന്ന് അർച്ചന പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, എന്താണെങ്കിലും എല്ലാത്തിനും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കണം. അവന്തികയ്ക്ക് നന്ദനിൽ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ നന്ദൻ അവന്തികയോട് ക്ഷമിച്ചു എന്നല്ലേ അർത്ഥം? നന്ദൻ എന്താണെങ്കിലും സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എന്താണെങ്കിലും അവളെ പൂട്ടാമെന്ന് സന്ധ്യ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആതിരയും സ്നേഹയും. അതേസമയം അവന്തിക അതിലെ വരികയും അറിയാതെ സ്നേഹയുടെ കൈ തട്ടി അവന്തികയുടെ കയ്യിലുള്ള പാലിന്റെ ഗ്ലാസ് താഴേക്ക് വീണ് പൊട്ടിച്ചിതറുകയാണ്. ഇത് കാണുന്ന അവന്തിക സ്നേഹയോട് ദേഷ്യത്തോടെ, കണ്ണു കണ്ടൂടെ എന്നും രാത്രി നിനക്ക് ഉറക്കമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്ക് പറയുകയാണ്. ഒരു ഗ്ലാസ് പാല് താഴെ വീണതിന് എന്തിനാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ വഴക്ക് പറയുന്നതെന്ന് ആതിര ചോദിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നീ ഇടപെടണ്ടെന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുന്നു. അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ്. കാര്യങ്ങൾ തിരക്കിയതിനു ശേഷം അർച്ചന പറയുകയാണ്, ഇത് പെറുക്കി തുടച്ചാ പോരെ, അതിനെന്തിനാ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്? അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് സേതുവും
നന്ദനും അങ്ങോട്ടേക്ക് വരികയാണ്. സേതുവിനോടും നന്ദനോടും കാര്യങ്ങൾ പറയുകയാണ് അർച്ചന. എന്തിനാ അവന്തികെ ഈ ചെറിയ കാര്യങ്ങളെല്ലാം വലിയ പ്രശ്നമാക്കുന്നത്? ഈ സമയത്ത് ദേഷ്യപ്പെടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ സേതു ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അല്ലച്ചാ, ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യമൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് എന്നോട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർത്തത്. ഡോക്ടറാന്ന് വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഏട്ടത്തിയെ ചെക്കപ്പിനൊന്നും കൊണ്ടുപോയില്ലല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, നാളെ തന്നെ നമുക്ക് ഏട്ടത്തിക്കൊരു ചെക്കപ്പ് നടത്തിയാലോ? അത് ഒരാഴ്ച കഴിഞ്ഞല്ലേ ചെല്ലാൻ പറഞ്ഞതെന്ന് പരിഭ്രാന്തിയോടെ അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അല്ല, ഏട്ടത്തിയോട് അധികം യാത്രയൊന്നും ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് സന്ധ്യ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം. ആദ്യം വന്ന് പരിശോധിച്ച ഡോക്ടർ തന്നെ മതി. ഞാൻ ഇങ്ങോട്ടേക്ക് അവരെ വേണമെങ്കിൽ വിളിപ്പിച്ചോളാമെന്ന് അവന്തിക പറയുന്നു. സന്ധ്യ ഉള്ളപ്പോൾ എന്തിനാ മോളെ മറ്റൊരു ഡോക്ടറെ വിളിക്കുന്നത്? അർച്ചനെ സന്ധ്യയെ വിളിച്ച് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാൻ പറഞ്ഞുകൊണ്ട് സേതു അവിടുന്ന് പോകുമ്പോൾ ആതിരയും സ്നേഹയും അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തിക ദേഷ്യത്തോടെ മുറിയിലേക്ക് പോകുമ്പോൾ അർച്ചന ചിരിച്ചുകൊണ്ട് നന്ദനോട് പറയുകയാണ്, ഏട്ടാ, നാളത്തോടെ ഈ ഗർഭനാടകം പൊളിയും. നാളെ തന്നെ അച്ഛൻ പിടിച്ചിവരെ പുറത്താക്കിക്കോളും. ഇത് കേൾക്കുന്ന നന്ദൻ ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.